ഇന്നത്തെ റെസിപ്പി എഗ്ഗ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇത് മുട്ട കഴിക്കാത്ത കുട്ടികൾ വരെ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. പാനിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മൾ ഈ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടിങ്ങനെ കുറേശ്ശെ ഇളക്കി കൊടുക്കട്ടോ. ഇത് നമുക്ക് വലിയ പീസുകളായിട്ട് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടോ. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കട്ടോ. മൈദ ബട്ടർ കിടന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൈദൻ്റെ പച്ചച്ചവക്കൊന്ന് മാറി കിട്ടണം. ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കട്ടോ. ഇപ്പോൾ ഇതാ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കട്ടോ. കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ട ഇട്ട് കൊടുക്കട്ടോ. ഇനി ഒന്നിത് കുറുക്കിയെടുക്കണം. ആ ക്രീമെല്ലാം മുട്ടൻ്റെ പീസിലിങ്ങനെ പൊതിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇതാ അത്രയും മതി. ഇപ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.